കുഴിച്ചുമൂടിയതെല്ലാം പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ ജീർണാവസ്ഥയിൽ ജീവത്യാഗം ചെയ്ത അനേകം രക്തസാക്ഷിത്വത്തിന്റെ പോരാട്ട വീര്യം വഴിയും വഴികാട്ടിയുമാവുന്ന ആവേശോജ്വലതയാണ് ഈ ഡോക്യു ഫിക്ഷൻ ഡ്രാമയുടെ അകം. ഉയരും ഞാൻ മാതാകെ. രംഗാവിഷ്കാരം ഉദയൻ കുണ്ടൻകുഴി. ചരിത്രം കാതോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിറയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. കണ്ഠം വിറയ്ക്കാതെ
മനുഷ്യാവകാശത്തിനു വേണ്ടി പോരാടിയ വിപ്ലവകാരി അയ്യങ്കാളി. വരേണ്യ ചരിത്ര രചയിതാക്കൾ നിർബന്ധ ബുദ്ധിയോടെ മാറ്റി നിർത്തിയ അമാനുഷ പ്രഭാവൻ. കല്ലായ ദൈവത്തിന് കാണിക്ക വെക്കാതെ ആ പണം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്ക്. നിങ്ങളെ കൊല്ലുമ്പോ നിങ്ങളെ രക്ഷിക്കാത്ത ദൈവം നിങ്ങൾക്ക് എന്തിന്? ദൈവകോപം നയിച്ചുണ്ടാക്കുന്ന പണം അത് അടുപ്പ് പുകയ്ക്കാനുള്ളതാണ്, അല്ലാതെ ഈ മണ്ണിൽ പൂട്ടാനുള്ളതല്ല. എന്തു വേണമെന്ന് ആലോചിക്ക്. ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ഘോഷയാത്രയാണ്. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, സംസാരിക്കാനും പഠിക്കാനും റൗക്ക ധരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഇതൊന്നുമില്ലെങ്കിൽ കന്നുകാലികളെ പോലെ പണിയെടുത്ത് ഇറച്ചിക്ക് പോലും കൊള്ളാതെ ഈ മണ്ണിൽ തീഞ്ഞളിയേണ്ടി വരും. എന്തു പറയുന്നു? നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പാഠമില്ലെങ്കിൽ നമ്മളിൽ പാടത്തേക്കില്ല.
ഇല്ല. തീണ്ടൽ വിളംബരം ചെയ്യാൻ കല്ലുമാലയും ധരിക്കണം. ജാതീയതയുടെ അടിമത്തത്തിന്റെ അടയാളമായ കല്ലുമാലയും കാതിലെ ഈ ഇരുമ്പു വളയവും നിങ്ങൾ പൊട്ടിച്ചെറിയണം. അപ്പൊ പിന്നെ നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റോ കാളിയെ? എന്ത് കുടി, എന്ത് കുലം, എന്ത് നാട്! നാണം കെട്ടി ജീവിക്കുന്നതിനേക്കാൾ ഭേദം കെട്ടിച്ചുകിച്ചാവുക. ഒരു പിടി അന്നം കിട്ടാതെ ചാവുന്നത്. ശബ്ദ കുഞ്ഞുങ്ങളെ കുഴിച്ചിടാൻ ഇടമില്ലാത്തതിനാൽ കിടന്നുറങ്ങുന്ന ചെറ്റ പൊളിച്ചാണ് കുഴിച്ചിടുന്നത്. ഈ പാവങ്ങൾ വിതയ്ക്കുന്നതും കൊയ്യുന്നതും ജന്മിമാരുടെ പത്തായ പുരയിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. നെല്ല് കരിഞ്ചന്തയിൽ വിറ്റ് കാശി കോന്നലയിൽ കെട്ടി നടക്കുന്ന അധികാരികളുടെ ധിക്കാരത്തെ നമുക്ക് അവസാനിപ്പിക്കണം. അരി സ്റ്റോറിലെത്തണം. അതിന് വേണ്ട വഴി നമ്മൾ ആലോചിക്കണം. ഇന്ന് രാത്രി ചെറിയക്കത്തമ്പുരാന് വേണ്ടി അരി കോണിൽ കടത്തുന്നുണ്ട്. അത് നമുക്ക് പിടിച്ചെടുക്കണം. അതെ, അത് നമുക്ക് പിടിച്ചെടുക്കണം. വാ.
വിപ്ലവ ഭൂപടത്തിൽ 1946 ഡിസംബർ 20 രക്തസാക്ഷിത്വത്തോടെ രേഖപ്പെടുത്തി 3 രക്തസാക്ഷികൾ. എന്നാൽ തുടർന്ന് അനേകം രക്തസാക്ഷികൾ. ഏറ്റുമുട്ടലിൽ AV കുഞ്ഞമ്പ് മരിച്ചെന്ന് കരുതി പച്ചോലയിൽ ശരീരം പൊതിഞ്ഞുകൊണ്ടുപോയി. ഞെട്ടലോടെ മാത്രം ഓർക്കാൻ പറ്റുന്ന ഒരു സമരഗാഥ, വീണ്ടും വീണ്ടും ഉയർത്തുന്നവന്റെ വിജയഗാഥ. പാറപ്രത്തൊരു രാത്രിയിൽ വാരിത്തൂവിയ വിത്തുകൾ കോരിത്തരിപ്പിച്ചു കേരളത്തെ. പാറപ്രത്തൊരു രാത്രിയിൽ വാരിത്തൂവിയ വിത്തുകൾ കോരിത്തരിപ്പിച്ചു കേരളത്തെ. ചോരക്കൊടികൾ നെഞ്ചിൽ പേറും ഗ്രാമങ്ങൾ ഓരോന്നോരോന്നായി ഉണർന്നു. ചോരക്കൊടികൾ നെഞ്ചിൽ പേറും ഗ്രാമങ്ങൾ ഓരോന്നോരോന്നായി ഉണർന്നു. പഴശ്ശി പടവാൾ ചുഴറ്റി നിന്നു, കുറിച്ചരമ്പുകൾ തൊടുത്തു നിന്നു, ഒരാഴ വിരിമാ വിരിച്ചു നിന്നു, ചരിത്രമുറക്കമിളച്ചിരുന്നു. പഴശ്ശി പടവാൾ ചുഴറ്റി നിന്നു, കുറിച്ചരമ്പുകൾ തൊടുത്തു നിന്നു, ഒരാഴ വിരിമാ വിരിച്ചു നിന്നു, ചരിത്രമുറക്കമിളച്ചിരുന്നു. പാടൂരിടുമ്പാതെ കണ്ഠം വിറയ്ക്കാതെ കാലത്തിൻ ഗാഥനി ഓർത്തു പാടൂ. നാടുവാഴിത്തത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും കൊടിയ പീഡനങ്ങൾക്കെതിരെ ചിട്ടയോടെ സംഘടിപ്പിക്കപ്പെട്ട പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കയ്യൂർ സമരം. ഈ സുബ്രഹ്മണ്യ കളി സുബ്രഹ്മണ്യ കളിക്കണ്ട.
കുരുക്കിലും മർദ്ദിതരും ചൂഷിതരുമായ ജനകോടികൾക്ക് വേണ്ടി ഇൻകുലാബിന്റെ ശബ്ദം മുഴക്കിയ കയ്യൂർ സഖാക്കളെ, നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അമ്മമാരുടെ കണ്ണീരും സോദരന്മാരുടെ ചോരയും കൊണ്ട് പുതിയ ഭൂപടങ്ങൾ തെളിയുകയും അടിച്ചമർത്തപ്പെട്ടവൻ ഒന്നാകെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന കാലത്തെക്കുറിച്ച് ഞങ്ങൾ സ്വപ്നം കണ്ടത് നിങ്ങളുടെ ചങ്കുറപ്പിൽ നിന്നാണ്, രക്തസാക്ഷിത്വത്തിൽ നിന്നാണ്. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. പാടൂവികുമ്പാതെ കണ്ഠം വിറയ്ക്കാതെ കാലത്തിൻ ഗാഥനി ഓർത്തു പാടൂ. കണ്ണൂർ ജയിലിന്റെ കൺമതിലിനുള്ളിൽ കയ്യൂർ മക്കളുടെ അന്ത്യഗർജനം. കണ്ണൂർ ജയിലിന്റെ കൺമതിലിനുള്ളിൽ കയ്യൂർ മക്കളുടെ അന്ത്യഗർജനം. കരിവെള്ളൂർ പുഴവെള്ളം കവിയുന്നു രക്തം, വയലാറിൽ വെടിയുപ്പിൻ ഗന്ധം. കരിവെള്ളൂർ പുഴവെള്ളം കവിയുന്നു രക്തം, വയലാറിൽ വെടിയുപ്പിൻ ഗന്ധം. കണ്ണാകാട്ടുനിന്നും മുഴങ്ങുന്ന കണ്ണായ സഖാവിൻ സന്ദേശം. സഖാക്കളെ മുന്നോട്ട്, സഖാക്കളെ മുന്നോട്ട്. കണ്ണാകാട്ടുനിന്നും മുഴങ്ങുന്ന കണ്ണായ സഖാവിൻ സന്ദേശം. ചോരയായി മൊയാനം വീരഗാഥയെ കേജി, ധീരരക്തസാക്ഷ്യം അഴീക്കോടൻ. ചോരയായി മൊയാനം വീരഗാഥയെ കേജി, ധീരരക്തസാക്ഷ്യം അഴീക്കോടൻ. പാടൂവികുമ്പാതെ കണ്ഠം വിറയ്ക്കാതെ കാലത്തിൻ ഗാഥനി ഓർത്തു പാടൂ. സഖാവ് എന്ന് ബഹുമാന പുരസ്സരം അറിയപ്പെട്ട തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് കൃഷ്ണപിള്ള, ചരിത്രം ചുവപ്പ് കൊണ്ടെഴുതിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ മുന്നണി പോരാളിയായിരുന്നു ഈ സമരനായകൻ. പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് എന്തെന്നാൽ, ആരും തന്നെ കൂട്ടം കൂടി നിൽക്കുകയോ മാരകായുധങ്ങൾ കൊണ്ടു നടക്കുകയോ ചെയ്യരുത്. മാത്രവുമല്ല, പ്രസംഗവും പ്രകടനവും കർശനമായി നിരോധിച്ചിരിക്കുന്ന കാര്യവും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ആളുകൾ പിരിഞ്ഞു പോകണം, കൂട്ടം കൂടി നിൽക്കരുത്. മാരകായുധങ്ങൾ കൊണ്ടു നടക്കുന്നത് ശിക്ഷാർഹമാണ്. കൊണ്ട് ചരിത്രത്തെ സാക്ഷ്യപ്പെടുത്തിയ പുന്നപ്ര വയലാർ സമരം എത്ര പേർ മരിച്ചു വീണു എന്നതിന് ഇപ്പോഴും കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും
ആ ചുവന്ന മണ്ണിൽ രക്തസാക്ഷികൾ തല ഉയർത്തി നിൽക്കുന്നു. ഇനിയും എത്ര വേണമെങ്കിലും വെടിയുണ്ടകൾ ഏറ്റുവാങ്ങാൻ തന്നെ. പ്രകോപിപ്പിച്ച ആ മഹത്തായ സംഭവം ഗുരുവായൂർ ക്ഷേത്രനടയിൽ അരങ്ങേറി. 1000 കാതങ്ങൾക്കിപ്പുറവും അതിന്റെ മുഴക്കം നാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്നു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഉശിരുള്ള നായർ മണിയടിക്കും. എച്ചിലിറക്കിയ നായർ പുറത്തടിക്കും. ഉശിരും ഇച്ഛാശക്തിയും സമർപ്പണ ബുദ്ധിയും കൈമുതലുള്ള ഈ ഇതിഹാസ പുരുഷൻ പ്രസ്ഥാനത്തിന്റെ ഉയരവും ഉയരുമായിരുന്നു. ചീമേനിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ചോര തേജസ്വിനികൾ വീണ്ടും. ചീമേനിയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ചോര തേജസ്വിനികൾ വീണ്ടും. കൂത്തുപറമ്പിൻ കുരുതിത്തറയിൽ ചെറുപ്പം കാത്തുവെക്കുമടങ്ങാത്ത പ്രതികാരത്തീ. കൂത്തുപറമ്പിൻ കുരുതിത്തറയിൽ ചെറുപ്പം കാത്തുവെക്കുമടങ്ങാത്ത പ്രതികാരത്തീ. ജീവരക്തമൂറ്റി തൻ പേനയിൽ നിറച്ച് ആയുധമാക്കി EMS. ജീവരക്തമൂറ്റി തൻ പേനയിൽ നിറച്ച് ആയുധമാക്കി EMS. കൂരിരുട്ടു നിറയും വഴിത്താരകൾ തോറും സൂര്യവെട്ടമാവാക്കുകളെന്നും. കൂരിരുട്ടു നിറയും വഴിത്താരകൾ തോറും സൂര്യവെട്ടമാവാക്കുകളെന്നും. പാടുവിതുമ്പാതെ കണ്ഠം വിറയ്ക്കാതെ കാലത്തിൻ ഗാഥനി ഓർത്തു പാടൂ. ഒറ്റ സന്ദർഭം കൊണ്ടുതന്നെ ചുവന്ന നക്ഷത്രമായി തിളങ്ങിയ മണ്ടോടിക്കണ്ണ്, അനശ്വര രക്തസാക്ഷി, കല്ലറയിലെ ചുമരിൽ ചോര കൊണ്ടരിവാൾ വരച്ച ചുവപ്പിന്റെ കരുത്ത്. കുമാരാ, എഴുന്നേക്കടാ. സാറ് വന്ന് കണ്ടിട്ടേ ദാ ഇന്നാളാ വരുന്നേ. മതിയോ? അത് ചത്തി കാണും. അതാരാടാ? ഒരു സായിപ്പ്. കണ്ണൻ. മണ്ടോടിക്കണ്ണൻ. മണ്ടോടിക്കണ്ണൻ. സഖാവ് മണ്ടോടിക്കണ്ണൻ. എന്താടാ? ജയിച്ചോ എന്റെ വിപ്ലവം? ജയിക്കും. ജയിക്കും. കൊരക്കണ നായ. സ്ഥാനക്കയറ്റത്തിന് വേണ്ടി അധികാരികളുടെ ചെരുപ്പ് നാക്കുന്ന തായങ്ങനെ. ഇത് ചോരക്കാരനാ. ശബ്ദിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയാ. ഈ പ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം നിങ്ങളെ കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. വിളിക്കടാ, വിളിക്കടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂത്താവാന്ന്. സാർ വന്ന കേട്ടില്ലടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. എന്റെ മോനെ കണ്ടിനാ? മണ്ടോടിക്കണ്ണനെ ഓന പോലീസ് വിളിച്ചോണ്ടവനോട് ചോര വെച്ച് ചാകുമ്പോ അത് മുലപ്പാലാക്കി വീണ്ടും വീണ്ടും ഞാൻ ജീവൻ കൊടുക്കും. ഓനെ
മണ്ടോടിക്കണ്ണൻ ഒന്നല്ല 100,000 പടരുന്ന അരിവാളിന്റെ മൂർച്ചയാണവൻ. വയൽക്കിളികളുടെ ചുണ്ടിനും വിപ്ലവത്തിന്റെ ചുവപ്പിനും ആദിമധ്യാന്ത സൂര്യനും ഒരു നിറം കൊടുത്ത ഉശിരിന്റെ അരണി കടഞ്ഞവർ. വാക്കിനും താക്കീതിനും മറുപടി പറയാൻ മണ്ണുപറ്റ മക്കളെ വലത് കൈയിൽ അരിവാളും ഇടത് കൈയിൽ ചുറ്റികയും എന്താൻ പഠിപ്പിച്ച കരുത്തരുടെ നാട്. സമരസഹന ചരിത്രത്തിലെ പാവങ്ങളുടെ പടത്തലവനാണ് AKG. ചൂഷിത ജനവിഭാഗങ്ങളുടെ മോചനത്തിലൂടെ മാത്രമേ യഥാർത്ഥ സാമൂഹ്യ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ നിന്നാണ് AKG എല്ലാ സമരമുഖങ്ങളും തുറന്നത്. കുടിയിറക്കലിനെതിരായ സമരം, ഐത്തം, ജാതി വ്യവസ്ഥ എന്നിവയ്ക്കെതിരെ നടത്തിയ ഉജ്ജ്വല സമരം, പട്ടിണി ജാഥകൾ ഒക്കെയും സമാനതകളില്ലാത്തതും ചരിത്രത്തിന്റെയും കാലത്തിന്റെയും തീഷ്ണ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരുന്നു. കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെടുന്ന ഇന്ത്യയിലെ ആദ്യ വ്യക്തിയും AKG എന്ന അമരനായിരുന്നു. AKGയുടേത് വെറും ആഹ്വാനമോ വാഗ്ദാനമോ ആയിരുന്നില്ല. വാക്കിന്റെ സത്യസന്ധതയും അതിനായുള്ള സമർപ്പണവുമായിരുന്നു AKG എന്ന ത്രയക്ഷരം. ഇടനീർ മഠാധിപതിയുടെ മനയിലേക്കുള്ള മാർച്ചും അദ്ദേഹവുമായി നടത്തിയ ചർച്ചയും ഐതിഹാസികമായ വിജയമായിരുന്നു. ജന്മി പാട്ടവിൽ നൽകി തുടങ്ങിയതോടെ ചൂഷണത്തിന്റെ ഒരു കെട്ട അധ്യായം അങ്ങനെ കൊട്ടിയടയ്ക്കപ്പെട്ടു. പ്രാദേശിക സമര ചരിത്രത്തിലെ കരുത്തുറ്റ ഏടാണ് ക്ഷേത്രപ്രവേശനത്തിനായി BK കുഞ്ഞമ്പു, BK കൃഷ്ണൻ, കാരക്കാട് കൊട്ടൻ, ടൈലർ ഗോപാലൻ, ശിവകെട്ടി എന്നിവർ നടത്തിയ മുന്നേറ്റം. ജാതിയുടെ പേരിൽ, ഐത്തത്തിന്റെ പേരിൽ അധകൃത വർഗത്തിന് ക്ഷേത്രപ്രവേശനം നിഷേധിച്ചപ്പോൾ ഈ 5 പേരും സധൈര്യം മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു.
ഗുണ്ടകളുടെയും സവർണ മേധാവിത്വത്തിന്റെയും ചെറുത്തുനിൽപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ടുള്ള ആ മുന്നേറ്റം നാടിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക ഇടങ്ങളിൽ സൃഷ്ടിച്ച പ്രകമ്പനം ചെറുതല്ല. ആത്മാഭിമാനത്തിന്റെയും പരിഷ്കൃത ജീവിതത്തിന്റെയും മുന്നണി പോരാളികളായി ഇങ്ങനെ എത്രയോ പേർ. അവർ ഈ നാടിന്റെ യശസ്തംഭങ്ങളാണ്, കനലോർമ്മയിലെ തീപ്പന്തങ്ങൾ. ചോരയും ജീവനും ജീവിതവുമേകി കേരളം നമ്മൾ പടുത്തു. ചോരയും ജീവനും ജീവിതവുമേകി കേരളം നമ്മൾ പടുത്തു. ലോകത്തിനാകെ മാതൃകയാക്കി നമ്മളീ കേരളമുയർത്തിപ്പിടിച്ചു. ലോകത്തിനാകെ മാതൃകയാക്കി നമ്മളീ കേരളമുയർത്തിപ്പിടിച്ചു. ജാതിപ്പിശാചും മതപ്പിശാചുക്കളും നാടിനെ പങ്കുവെക്കുന്നു. ജാതിപ്പിശാചും മതപ്പിശാചുക്കളും നാടിനെ പങ്കുവെക്കുന്നു. ജീവനും രക്തവും നൽകി നാം നമ്മുടെ നാടിന്നു കാവൽ നിൽക്കുന്നു. നാടിന്നു കാവൽ നിൽക്കുന്നു. ജീവനും രക്തവും നൽകി നാം നമ്മുടെ നാടിന്നു കാവൽ നിൽക്കുന്നു. നാടിന്നു കാവൽ നിൽക്കുന്നു. പാടൂ വിതുമ്പാതെ, കണ്ഠം വിറയ്ക്കാതെ, കാലത്തിൻ്റെ ആകൃതി ഓർത്തു പാടൂ. പാടൂ, പാടൂ. ചരിത്രം കാലോർത്തു നിൽക്കുന്ന വീതിയിൽ നിന്നും വിതുമ്പാതെ പാടൂ. തിളയ്ക്കുന്നൊരോർമ്മയിൽ കൈമുക്കി പാടൂ. കണ്ഠം വിളയ്ക്കാതെ പാടൂ. പ്രാണഞരമ്പ് പൊട്ടും വരെ പാടിയ കാലത്തിൻ ഗാഥ പാടൂ. പാടൂ, പ്രിയപ്പെട്ട പോരാളികളൊത്തുകൂടുമീ വേളയിലോർത്ത് പാടൂ. പാടൂ വിതുമ്പാതെ, കണ്ഠം വിറയ്ക്കാതെ, കാലത്തിൻ ഗാഥനെ ഓർത്തു പാടൂ. പാടൂ, പാടൂ. കാലത്തിൻ ഗാഥ പാടൂ. പാടൂ, 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 കാലത്തിൻ ഗാഥ പാടൂ. ഈ മണ്ണിൽ ജീവിച്ചവരുടെ, സ്വയം മെരിഞ്ഞു വെളിച്ചമായി മാറിയവരുടെ, പടരുന്ന സമരാവേശത്തിന്റെ, ജീവത്യാഗത്തിന്റെ, പറഞ്ഞാൽ തീരാത്ത മഹാസംഭവങ്ങളുടെ ഏടുകൾ ഞങ്ങളത് ഹൃദയങ്ങളിൽ ഏറ്റെടുക്കും. അഭിമാനത്തോടെ, ആവേശത്തോടെ, അത് എന്നുമെന്നും തിരമാലകൾ പോലെ ഞങ്ങളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം. ഉയരും ഞാൻ നാടാകെ. രംഗാവിഷ്കാരം ഉദയൻ കുണ്ടംകുഴി.